നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടുള്ള മഴയും അതിശക്തമായിട്ടുള്ള കാറ്റും ഉരുൾപൊട്ടലുമൊക്കെ കേരളത്തെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തുമ്പോഴും ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അതിഭീകരമായിട്ടുള്ള പ്രതിഭാസമാണ് നടക്കാൻ പോകുന്നത്. രാജ്യം തയ്യാറെടുക്കുകയാണ്. എത്രത്തോളം അതിൻ്റെ ഒരു ആഘാതം പല മേഖലകളിലും ബാധിക്കും എന്നുള്ള ആശങ്കയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് എന്നുള്ളതാണ്. എൽ നീനോ പ്രതിഭാസം നവംബർ ഡിസംബറോടെ ശക്തിപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. മുൻകാലങ്ങളേക്കാൾ രൂക്ഷമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതിനാൽ തന്നെ ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷനും പൊതു സ്വകാര്യ കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങളും നൽകുന്ന സൂചനകൾ പ്രകാരം മറ്റു ചില ഘടകങ്ങളും ചേരുന്നതിനാൽ കേരളത്തിന് ഇരട്ടി ആഘാതമാകാൻ സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമായി ഉയരുമെന്നാണ് വിലയിരുത്തുന്നത്. ഇത് കടലിന്റെ ആഴങ്ങളിലേക്ക് ചൂടെത്തിക്കും. സാധാരണ 100 മുതൽ 150 മീറ്റർ ആഴത്തിലേക്ക് എന്നുള്ളത് മാറി 200 മുതൽ 250 മീറ്റർ ആഴം വരെ ചൂടാകും. കടൽ ചൂടിന്റെ സംഭരണിയാകുമ്പോൾ ആ ചൂട് വായുവിലൂടെ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കും. ഒപ്പം കടലിലെ നീരാവി രൂപവൽക്കരണം വളരെ ശക്തമാകും. മേഘരൂപവൽക്കരണം ശക്തിപ്പെടുത്തി അതിതീവ്ര മഴ പെയ്യിക്കാനും സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ചൂടും ഈ മേഘങ്ങളിൽ നിന്ന് പടരും. ഇതോടെ ഭൂമിയിൽ ഒരു ഉഷ്ണം വർദ്ധിക്കും. അപ്രതീക്ഷിത പ്രളയങ്ങൾ, കനത്ത ഉഷ്ണദിനങ്ങൾ ഇവയൊക്കെ മാറി മാറി വരികയോ ഇവയിലൊന്ന് നീണ്ടു നിൽക്കുകയോ ചെയ്യാമെന്ന് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ചൂട് അന്തരീക്ഷത്തിലെ മർദ്ദത്തിൽ വ്യതിയാനമുണ്ടാക്കുകയും കാറ്റുകളുടെ ദിശ മാറ്റുകയും ചെയ്യും. ഇതോടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ട തുലാപ്പെയ്ത്തിനെ പ്രവചനങ്ങൾക്കപ്പുറമാക്കും. കേരളത്തിൽ അറബിക്കടൽ ചൂടുപിടിച്ചുള്ള നീരാവി രൂപവൽക്കരണവും അതുണ്ടാക്കുന്ന കൂമ്പാര മേഘങ്ങളും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നതിനിടെയാണ് പസഫിക്കിൽ നിന്നുള്ള എൽ നീനോ സ്വാധീനം മൂലമുള്ള അന്തരീക്ഷ മാറ്റങ്ങളും ഉണ്ടാവുക. ജനസാന്ദ്രതയും മനുഷ്യനിർമ്മിതികളും പൊതുവെ കൂടിയ സംസ്ഥാനമാകയാൽ കേരളത്തിൽ ഇവയുണ്ടാക്കുന്ന ആഘാതങ്ങൾ പല ഇരട്ടിയായി മാറും. പല ഘടകങ്ങൾ ചേർന്ന് വരുന്നതിനാൽ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് പ്രയാസം വന്നേക്കാം. ഓഗസ്റ്റ് ആദ്യം സംഭവിച്ചതുപോലുള്ള തീവ്ര മഴകളുടെ വരവും പോക്കും എല്ലാ പ്രവചനങ്ങൾക്കും അപ്പുറമായിരുന്നു. ഓരോ മണിക്കൂറിനിട പോലും പെയ്ത്തിന്റെ തീവ്രതയിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചത് കണ്ടു. പല മാറ്റങ്ങളും കണ്ടെത്തി കഴിയുമ്പോഴേക്കും കനത്ത മഴ പെയ്തു തീർന്നിരിക്കും. 1982, 83, 1997, 98, 2015, 16 തുടങ്ങിയവയാണ് സമീപകാലത്തെ എൽ നീനോ വർഷങ്ങൾ. ഈ കാലങ്ങളേക്കാൾ കനത്ത സൂപ്പർ എൽ നീനോയാകും രൂപപ്പെടുകയെന്നാണ് ഇതുവരെയുള്ള സൂചന. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൽ നീനോ പ്രതിഭാസം മുൻകാല റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അതിശക്തമായ രൂപത്തിലേക്ക് മാറുകയാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ ഭയാനകമായിട്ടുള്ള മുന്നറിയിപ്പ് വരുന്നത്. ആധുനിക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രമായ എൽ നീനോയായി ഇത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് രാജ്യാന്തര കാലാവസ്ഥാ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. ഏതായാലും നവംബർ ഡിസംബർ മാസങ്ങളാണ് ഏറ്റവും നിർണായകമാവുക. ഈ മാസങ്ങളോടെ ഈ പ്രതിഭാസം അതിൽ ഏറ്റവും ഉയർന്ന തീവ്രതയിൽ എത്തുമെന്നും ഇത് ഭൂമിയിലെ ശരാശരി താപനില മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർത്തുമെന്നും സമുദ്ര താപനിലയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്തെ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില ഇതിനകം തന്നെ സൂപ്പർ എൽ നീനോ ഘട്ടത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ശാസ്ത്രലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് സമുദ്ര ഉപരിതലത്തിന് താഴെയായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭീമാകാരമായ താപസംഭരണി തന്നെയാണ്. വരും മാസങ്ങളിൽ ഈ താപം പുറന്തള്ളപ്പെടുന്നതോടെയാണ് അന്തരീക്ഷ താപനിലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുക. വർത്തമാനകാല കാലാവസ്ഥാ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ എൽ നീനോ വർഷങ്ങളേക്കാൾ അതിഭീകരമായിരിക്കും ഇനി വരാൻ പോകുന്ന 2026 നവംബർ ഡിസംബർ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമുദ്ര അന്തർഭാഗത്തെ ചൂടിൻ്റെ അളവ് വളരെ വലിയ അളവിൽ വർദ്ധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. സമുദ്ര ഉപരിതല ചൂടിൻ്റെ വേഗം, പ്രവചിക്കപ്പെടുന്ന തീവ്രത, സമുദ്രത്തിനുള്ളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന താപത്തിൻ്റെ അളവ് തുടങ്ങി എല്ലാ സൂചകങ്ങളിലും ഈ പ്രതിഭാസം മുൻകാല റെക്കോർഡുകളെല്ലാം തകർക്കുകയാണ്.
പസഫിക് സമുദ്രത്തിന്റെ മധ്യകിഴക്കൻ മേഖലകളിൽ സാധാരണയിൽ കവിഞ്ഞ ചൂടുള്ള ജലം വ്യാപിക്കുന്ന പ്രതിഭാസമാണ് എൽ നിനോ. ഇത് ലോകമെമ്പാടുമുള്ള അന്തരീക്ഷ വായു പ്രവാഹത്തിന്റെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുന്നു. തൽഫലമായി വിവിധ ഭൂഖണ്ഡങ്ങളിലെ മഴയുടെ അളവ്, വരൾച്ച, പ്രളയം, ഉഷ്ണതരംഗം, ചുഴലിക്കാറ്റുകളുടെ ആവൃത്തി എന്നിവയെല്ലാം കീഴ്മേൽ മറിയാനും ഇടയാകും. ഈ വർഷം അവസാനത്തോടെ ഈ പ്രതിഭാസം കൂടുതൽ ശക്തിപ്പെടുകയും നവംബർ-ഡിസംബർ മാസങ്ങളിൽ ഉച്ചസ്ഥായിയിൽ എത്തുകയും ചെയ്യുമെന്നാണ് പ്രവചനം. നിലവിലെ പ്രവചനങ്ങൾ ശരിവയ്ക്കപ്പെടുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ രേഖപ്പെടുത്തിയ എല്ലാ ബെഞ്ച് മാർക്കുകളെയും വൻതോതിൽ മറികടന്ന ഒന്നായി ഈ എൽ നിനോ മാറും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പസഫിക് സമുദ്രമേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മനുഷ്യനിർമ്മിതമായ ആഗോള താപനവും ശക്തമായ എൽ നിനോയും ഒന്നിച്ചു വരുമ്പോൾ ആഗോള ശരാശരി താപനില വ്യവസായവൽക്കരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമി നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതീവ അപകടകരമായ കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. വരുന്ന 12 മുതൽ 18 മാസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ദൃശ്യമാകും. ചില പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വരൾച്ചയും ഉഷ്ണതരംഗവും അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ വൻ പ്രളയങ്ങൾക്കും അപ്രതീക്ഷിത മഴയ്ക്കും സാധ്യതയുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലെ മൺസൂൺ മഴയുടെ ഘടനയെ പോലും ഇത് സാരമായി ബാധിച്ചേക്കാം. പ്രാദേശിക തലത്തിലുള്ള ആഘാതങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും ലോകം സമാനതകളില്ലാത്ത ഒരു കാലാവസ്ഥ അനിശ്ചിതത്വത്തിലേക്ക് കടക്കുകയാണെന്ന സന്ദേശം വ്യക്തമാണ്. സമുദ്ര താപനില തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ പരീക്ഷണത്തിനാണ് വരും മാസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര മന്ത്രിസഭയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരുകളോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള മുൻകരുതലുകളും എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല പ്രവൃത്തികളുമാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ പ്രവചനങ്ങളെ തകിടം മറിക്കുന്നത്. ഇനി വരും തലമുറകൾക്കൊക്കെ തന്നെ ഇവിടെ നല്ലൊരു ഭാവി, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു കാലാവസ്ഥ ഇതൊക്കെ തന്നെ ലഭിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ നിലയിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ഭൂമിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തുടരുകയാണെങ്കിൽ ഇനിയും ഭീകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കായിരിക്കും നമ്മുടെ ഈ ഒരു ഭൂമി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള വളരെ അപകടകരമായിട്ടുള്ള മുന്നറിയിപ്പാണ് ശാസ്ത്രജ്ഞർ നൽകുന്നത്.